SFI DYFI ഗുണ്ടാ സംഘത്തിനെതിരായി നടപടി സ്വീകരിക്കാത്ത പോലീസിനെതിരായി കൊണ്ട് BJPയുടെ പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ്. വളരെ ആസൂത്രിതമായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചു. ഇവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണോ, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളാണോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ അച്ചാരമായി പ്രവർത്തിക്കുന്നവരാണോ? നിങ്ങൾ പറഞ്ഞു വന്നത് ഇത് വളരെ ആസൂത്രിതമായി പോലീസിന്റെ ഒത്താശയോടുകൂടി CPIMന്റെ ഗുണ്ടകൾ. നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച യുവമോർച്ച പ്രവർത്തകരെ SFI DYFI ഗുണ്ടാ സംഘം ആക്രമിച്ചപ്പോൾ പോലീസുകാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് തുടർന്ന് തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ച SFI DYFI ഗുണ്ടാ സംഘത്തിനെതിരായി നടപടി സ്വീകരിക്കാത്ത പോലീസിനെതിരായി കൊണ്ട് BJPയുടെ പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുകയാണ്. കോഴിക്കോട് നഗരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇപ്പോൾ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. പോലീസുകാർ ഇത്തരത്തിൽ SFIയെയും DYFIയെയും സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അവർക്കെതിരെ കേസെടുക്കാൻ മടിക്കുകയാണ്. തങ്ങളുടെ പ്രവർത്തകരെ അന്യായമായി തടവിൽ വെച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJPയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പ്രകാശ് ബാബു ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് BJP നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി എത്തിയ യുവമോർച്ച പ്രവർത്തകരെ SFIയുടെയും DYFIയുടെയും സംഘം ആക്രമിച്ചത് വലിയൊരു സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. കോഴിക്കോട് തളി ക്ഷേത്രത്തിന് സമീപത്തുള്ള ജൂബിലി ഹാളിൽ ഒരു സ്വകാര്യ പരിപാടിക്ക് എത്തിയതിനിടെയാണ് ഇത്തരത്തിൽ V. ശിവൻകുട്ടിയെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് SFI DYFI പ്രവർത്തകർ ഇവരുമായി സംഘർഷം ഉണ്ടാകുന്നതും വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലുണ്ടായിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ തളി ക്ഷേത്രത്തിന് സമീപത്ത് തമ്പടിച്ചിരിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ വിവിധ ദൃശ്യങ്ങൾ. നമസ്കാരം. ഇപ്പോൾ നമ്മളോടൊപ്പം BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണെന്ന് സംഭവിച്ചത്? ഇന്ന് ഒരു രാവിലെ 11:30 ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നമ്മുടെ പ്രവർത്തകർ ചായ കുടിക്കാൻ തൊട്ടപ്പുറത്തുള്ള തളി ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒന്നും അറിയാതെ ഇവിടുത്തെ ACP അഷറഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘം ഇവരെ പിടിച്ചു കൂച്ചു വിലങ്ങിടുക. എന്നിട്ട് ഉടനെ തന്നെ 4 ഭാഗത്തുനിന്നും DYFIയുടെ ഗുണ്ടകൾ വന്ന് ഇവരെ ആക്രമിക്കുന്ന ഒരു രീതി. ഞങ്ങൾ ഒന്നും അറിയില്ല, എന്താ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇവര് വളരെ ആസൂത്രിതമായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളവരെ DYFIക്കാർ മർദ്ദിച്ചു. ഞങ്ങൾ പോയി ചോദിക്കുമ്പോൾ പിന്നെ പറയുന്നത് മന്ത്രി വരുന്നുണ്ട്. ഒരു മന്ത്രി ഈ റൂട്ടിലൂടെ കോഴിക്കോട് അങ്ങാടിയിലൂടെ പോകുമ്പോൾ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വരെ പുറത്തു പോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തൊരു നാടായത്? ACPയുടെ തലക്ക് അടികൊണ്ട് പോലും, അതായത് BJP പ്രവർത്തകനെ അടിക്കാൻ പിടിച്ചു കൊടുത്ത ACP അഷറഫിന്റെ തലക്കടിച്ചു. അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല. ഇവരൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണോ, DYFIയുടെ ഗുണ്ടകളാണോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ അച്ചാരമായി പ്രവർത്തിക്കുന്നവരാണോ? ഇപ്പൊ ഞങ്ങൾക്കറിയേണ്ടത് എന്തിനാണ് ഞങ്ങളുടെ പ്രവർത്തകരെ അടിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇവിടുത്തെ DYFIയുടെ കമ്മീഷണർക്കും ACPക്കും CIക്കും ഞങ്ങളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ഞങ്ങളുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച ക്രിമിനൽ DYFI ഗുണ്ടാ സംഘങ്ങളെ, ഈ സിറ്റിയിലുള്ളവരല്ല, ഈ ഫോട്ടോ കണ്ടാൽ ഞങ്ങൾക്കറിയാം ഈ സിറ്റിയിലുള്ളവരല്ല, ഇവിടെ നിന്നാണ് ഈ ഗുണ്ടകൾ ഇറക്കിയത് പോലീസിന്റെ സഹായത്തോടെ. അങ്ങനെ അപരിചിതരായിട്ടുള്ളവർ BJP ഓഫീസിന്റെ മുന്നിൽ തമ്പടിക്കുമ്പോൾ അത് 100 പോലീസുകാരുണ്ട്, അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നത് ഇത് വളരെ ആസൂത്രിതമായി പോലീസിന്റെ ഒത്താശയോടുകൂടി CPIMന്റെ ഗുണ്ടകൾ കോഴിക്കോട് അങ്ങാടിയിൽ ശിവൻകുട്ടി വരുന്നതിന് BJP ഓഫീസിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായി. ഈ അറസ്റ്റ് വൈകുന്നേരത്തിനുള്ളിൽ നടന്നിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കോഴിക്കോട്ടുണ്ടാകും. കമ്മീഷണറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ACPയോടും പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളെ BJPയുടെ ഓഫീസിന്റെ മുന്നിൽ കൊണ്ടുവന്ന് BJP പ്രവർത്തകരെ ആക്രമിച്ചിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വന്നവരെ മർദ്ദിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങ് മടങ്ങിപ്പോകാനൊന്നും വന്നവരൊന്നുമല്ല ഞങ്ങൾ. കാരണം ഞങ്ങൾ ഏതെങ്കിലും ഒരു മന്ത്രിയെ തടയുന്നതിന് വന്നവരായിരുന്നില്ല. ഈ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ രാവിലെ അറിയിച്ചത് 11:30 കിഡ്സൺ കോർണറിൽ ഭാരത് മാതാ പൂജയും ശിവൻകുട്ടിയുടെ കോലം കത്തിക്കലുമുണ്ട്. അതിന് പോകുന്ന പ്രവർത്തകരും ഓഫീസിൽ നിന്ന് പുറത്തു വന്ന പ്രവർത്തകരെയൊക്കെ തന്നെ ഈ തളി ക്ഷേത്രത്തിന് മുന്നിൽ പോലീസുകാരും DYFIക്കാരും ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചിരിക്കുന്നു. ഞങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെ അടിച്ചു തീർക്കാനാണെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പോലീസോട് ഞങ്ങൾ അറിയിക്കാം. കാരണം അതിലൊരു പുത്തരിയൊന്നുമല്ല.
പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇവിടുത്തെ സ്ഥലം CIയോടും ACPയോടും ഞങ്ങൾ പറയുകയാ. ACPയുടെ തലക്കടിച്ചവനെ പോട്ടെ, BJPക്കാരെ പോട്ടെ, ACPയുടെ തലക്കടിച്ചവൻ ഉൾപ്പെടെ 2 പേര് കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ.